ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഫിൽട്ടർ, ടൈപ്സ് ഓഫ് ഫിൽറ്ററിനെ പറ്റിയിട്ടാണ്. എന്താണ് ഫിൽട്ടർ, ഇതിൻ്റെയൊക്കെ ഉപയോഗം എന്താണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ സമയം കളയേണ്ട, വീഡിയോയിലേക്ക് പോകാം. ഞാൻ ഓൾറെഡി പറഞ്ഞു, പല ടൈപ്പ് ഓഫ് ഫിൽറ്ററുകളെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് പറയുന്നത്. ഫിൽട്ടർ എന്ന് പറയുന്നത് ഇതുപോലെ നമ്മുടെ ക്യാമറയ്ക്ക് അകത്തേക്ക് പോകുന്ന ലൈറ്റിനെയോ അല്ലെങ്കിൽ അതിൻ്റെ കളറിനെയോ കൺട്രോൾ ചെയ്യുകയാണ് മെയിനായിട്ടും ഈ ഫിൽറ്റർ ചെയ്യുന്നത്. അങ്ങനെ കൺട്രോൾ ചെയ്യുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഇമേജസ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഓരോ ഫിൽറ്ററിനും ഓരോ യൂസസ് ആണ്. ഇനി നമുക്ക് ഏതൊക്കെ ടൈപ്പ് ഓഫ് ഫിൽറ്ററുകൾ ഉണ്ടെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് യു വി ഫിൽറ്റർ. നമുക്കറിയാം, നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന യു വി ഫിൽറ്റർ ഇതുപോലെ ജസ്റ്റ് പ്ലെയിൻ ആയിരിക്കും, അതിനകത്ത് ഒന്നും ഉണ്ടാവില്ല. ഇതിൻ്റെ ഒരു ഉപയോഗം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഔട്ട്ഡോറൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഡസ്റ്റിൽ നിന്നും അല്ലെങ്കിൽ സൺലൈറ്റിൽ നിന്നും ഈ സ്ക്രാച്ചിൽ നിന്നുമൊക്കെ നമ്മുടെ ലെൻസിനെ, അതായത് ലെൻസിൻ്റെ ഈ ഫ്രണ്ട് പോർഷനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ യു വി ഫിൽറ്ററിൻ്റെ ഒരു ഉപയോഗം എന്ന് പറയുന്നത്. ദെൻ രണ്ടാമത്തെ കാറ്റഗറി ഓഫ് ഫിൽറ്ററാണ് എൻ ഡി ഫിൽറ്റർ. നിങ്ങൾ പല ക്യാമറകളിലും കണ്ടിട്ടുണ്ടാവും ഇൻബിൽട്ട് ആയിട്ട് എൻ ഡി ഫിൽറ്ററിൻ്റെ ഓപ്ഷൻസ് അതിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇപ്പം ബ്ലാക്ക് മാജിക്കിൻ്റെ 6K ക്യാമറയിൽ എൻ ഡി ഫിൽറ്റർ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എന്താണ് എൻ ഡി ഫിൽറ്റർ? എൻ ഡി ഫിൽറ്റർ എന്നുള്ളതിൻ്റെ ഫുൾ ഫോം പറയുന്നത് ന്യൂട്രൽ ഡെൻസിറ്റി ഫിൽറ്റർ എന്നുള്ളതാണ് എൻ ഡി ഫിൽറ്റർ. നമ്മൾ നല്ല വെയിലത്തിറങ്ങുമ്പോൾ നമ്മൾ കൂളിംഗ് ഗ്ലാസ് വെക്കുന്നത് എന്തിനാണ്? നമ്മൾ യൂഷ്വലി നമ്മൾ വെയിലത്തേക്ക് ഇറങ്ങും, നമ്മൾ കൂളിംഗ് ഗ്ലാസ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത് എന്ന് പറഞ്ഞതുപോലെ സെയിം എഫക്റ്റാണ് നമ്മൾ ക്യാമറയുടെ ലെൻസിലേക്ക് നമ്മളൊരു എൻ ഡി ഫിൽറ്റർ ആഡ് ചെയ്യുമ്പോൾ ക്യാമറയ്ക്ക് നമ്മളൊരു കൂളിംഗ് ഗ്ലാസ് എടുത്ത് വെച്ചാൽ എന്തായിരിക്കും എഫക്റ്റ്? അതാണ് എൻ ഡി ഫിൽറ്ററിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ. ഞാൻ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. നമ്മൾ നല്ല ബ്രൈറ്റ് സണ്ണിൽ നമ്മൾ വെയിലത്ത് നമ്മളൊരു ഫോട്ടോ എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം സ്വാഭാവികമായിട്ടും നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ വെയിലുള്ളത് കൊണ്ട് തന്നെ ചില സമയത്ത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ലൈറ്റിങ് കുറച്ച് പൊള്ളിക്കിടക്കായിരിക്കും, കുറച്ച് വൈറ്റ് കൂടുതലായിരിക്കും, കുറച്ച് ലൈറ്റ് കൂടുതലായിരിക്കും. അപ്പം നമുക്ക് അങ്ങനത്തെ കേസിൽ ആ ലൈറ്റിനെ ഒന്ന് കൺട്രോൾ ചെയ്യണം. അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഫിൽറ്ററാണ് എൻ ഡി ഫിൽറ്റർ. നമ്മൾ ചെറുപ്പത്തിൽ ഈ വെയിലത്ത് സൂര്യൻ നോക്കാൻ എക്സ്റേ ഫിലിം വെച്ചിട്ട് ഞാനൊക്കെ ചെയ്തിട്ടുണ്ട്. എക്സ്റേ ഫിലിം വെച്ചിട്ട് നമ്മൾ സൂര്യനെ നോക്കിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ പുറത്ത് പോകുമ്പോൾ കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ട് നമ്മൾ കൂളിംഗ് ഗ്ലാസ് വെച്ച് പോകാറുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും. എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മൾ എൻ ഡി ഫിൽറ്റർ നമ്മൾ ക്യാമറയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു കൂളിംഗ് ഗ്ലാസ് എന്ന് വേണമെങ്കിൽ നമുക്ക് ലളിതമായിട്ട് അതിനെ പറയാൻ പറ്റും. അതിൻ്റെ പല ഗ്രേഡുകളുണ്ട്, പല ടൈപ്പ് ഓഫ് എൻ ഡി ഫിൽറ്റർ ഉണ്ട്. ഇപ്പം ND2, ND4, ND22, ND1000 അങ്ങനെ പല ഇതുണ്ട്. അതിനൊക്കെ അത് ഓരോന്നും മാറുന്നതിനനുസരിച്ച് അതിൻ്റെ ഡെൻസിറ്റി കൂടിക്കൊണ്ടേയിരിക്കും. അതിനനുസരിച്ച് പല റിസൾട്ട്സ് ആണ് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്നത്. മൂന്നാമത്തെ ഫിൽറ്ററുകളാണ് കളർ ഫിൽറ്റർ എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്കൊരു പർട്ടിക്കുലർ കളർ നമ്മുടെ ഇമേജിലേക്ക് ആഡ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഷെയ്ഡ് കൊടുക്കണം നമുക്ക്, അതല്ലെങ്കിൽ നമ്മളുള്ള വൈറ്റ് ബാലൻസിനെ ഒന്ന് കറക്റ്റ് ചെയ്യണം. അങ്ങനെയൊക്കെയുള്ള പർപ്പസാണ് ഈ കളർ ഫിൽറ്ററുകൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് കളർ ഫിൽറ്ററുകളാണിത്. ഇതിൻ്റെ ഒരു സൈഡ് ലൈറ്റും ഒരു സൈഡ് ഒരു ഓറഞ്ച് റെഡ് ഷെയ്ഡാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളിത് വെക്കുമ്പം ഒരു സൈഡിൽ നമ്മൾ ലൈറ്റിംഗ് ഒക്കെ കൊടുത്ത് നമ്മൾ ചെയ്യുമ്പോൾ ആ ഒരു സൈഡ് ഒരു റെഡ് ഷെയ്ഡ് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ കളർ ഫിൽറ്ററുകൾ യൂസ് ചെയ്യാം. സബ്ജക്റ്റിനെ നമ്മളിവിടെ ഫേസ് ചെയ്യുന്നു, അപ്പം ഫേസിൽ നോർമൽ ലൈറ്റിംഗ് തന്നെ ആയിരിക്കും. പക്ഷേ ആ ഒരു സൈഡിൽ നിന്ന് ആ ഹെയറും ബാക്കിയുള്ള, അപ്പം സബ്ജക്റ്റ് ഒരു പേഴ്സൺ ഒരാളിരിക്കുകയാണെങ്കിൽ ആ ഒരു സൈഡ് നമുക്ക് ആ ഒരു കളർ നന്നായിട്ട് ഒരു ഷെയ്ഡ് ഇങ്ങനെ കയറി വരും. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ പല ടൈപ്പ് ഓഫ് കളേഴ്സിൽ നമുക്ക് ഫിൽറ്റേഴ്സ് അവൈലബിൾ ആണ്. ഇതൊരു ബ്ലാക്ക് ഷെയ്ഡാണ്. ഒരു സൈഡ് ബ്ലാക്ക്, ഒരു സൈഡ് ഡാർക്കും, ഒരു സൈഡ് ലൈറ്റുമാണ്. ഇത് ഒരു സൈഡ് ഒരു യെല്ലോ ഷെയ്ഡ് വരുന്ന ഒരു ഫിൽറ്ററാണ്. സോ അങ്ങനെ പല ടൈപ്പ് ഓഫ് കളർ ഫിൽറ്റേഴ്സ് നമുക്ക് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇതുപോലത്തെ കളർ ഫിൽറ്റേഴ്സും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അടുത്തൊരു ഫിൽറ്ററാണ് CPL ഫിൽറ്റർ അഥവാ സർക്കുലർ പോളറൈസിങ് ഫിൽറ്റർ എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ND ഫിൽറ്ററിൻ്റെ കേസ് പറഞ്ഞു, നമ്മൾ വെയിലത്തൊക്കെ ഫോട്ടോ എടുക്കുന്ന കാര്യം പറഞ്ഞു. എന്ന് പറഞ്ഞതുപോലെ ഞാനൊരു കാറിൻ്റെ ഫ്രണ്ടിൽ നിന്ന് വെയിലത്ത് നിന്ന് ഫോട്ടോ എടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മൾ ആ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ആ കാറിൻ്റെ ഗ്ലാസ്സിലും ആ കാറിൻ്റെ പെയിൻറ്റ് തിളങ്ങി നിൽക്കുന്ന തിളക്കമുള്ള സർഫസൊക്കെ കുറച്ച് ഷൈനിങ് ആയിരിക്കും, കുറച്ച് ലൈറ്റ് അതിൽ കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ അത് ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് അവിടെ മാത്രം കുറച്ച് ലൈറ്റ് കൂടി നിൽക്കുന്ന അവസ്ഥകൾ ഉണ്ടാകാറുണ്ട്.
അങ്ങനത്തെ കേസിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് CPL ഫിൽട്ടർ അഥവാ സർക്കുലർ പോളറൈസിങ് ഫിൽട്ടർ എന്ന് പറയുന്നത്. ഓവറായിട്ടുള്ള ഷൈനിങ് സർഫസിലുള്ള ലൈറ്റിനെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യുന്ന ഫിൽറ്ററാണ്. ആ ഫിൽറ്ററിന് പൊതുവായിട്ടും അതിനൊരു സർക്കുലർ റിങ് ഉണ്ടാവും. ആ റിങ് നമ്മളിങ്ങനെ തിരിച്ചിട്ടാണ് ആ റിങ് നമുക്ക് എന്തുമാത്രം ലൈറ്റ് കുറയ്ക്കണോ അതിനനുസരിച്ച് നമുക്ക് എന്തുമാത്രം കട്ട് ചെയ്യണോ അതിനനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. പിന്നെ ഉള്ളൊരു ഫിൽറ്റർ എന്ന് പറയുന്നതാണ് സ്പെഷ്യൽ എഫക്ട്സിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് സ്പെഷ്യൽ ഫിൽറ്റേഴ്സാണ്. അതായത് സ്റ്റാർ ഫിൽറ്റർ ഉണ്ട്, ഡിഫ്യൂഷൻ ഫിൽറ്റർ ഉണ്ട്, പ്രിസം ഫിൽറ്റർ ഉണ്ട്, അല്ലെങ്കിൽ കലൈഡോസ്കോപ്പ് ഫിൽറ്റർ എന്നൊക്കെ പറയും. സ്റ്റാർ ഫിൽറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ എവിടെയെങ്കിലും ഒരു ലൈറ്റ് സോഴ്സ് ഉണ്ടെങ്കിൽ ആ ലൈറ്റ് സോഴ്സിന് ഒരു സ്പാർക്കിൾ എഫക്റ്റ് കൊടുക്കാൻ വേണ്ടി, ഒരു തിളങ്ങുന്ന ഒരു എഫക്റ്റ് കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫിൽറ്ററാണ് സ്റ്റാർ ഫിൽറ്റർ എന്ന് പറയുന്നത്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു ഫോട്ടോ എടുക്കുന്നു, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നൈറ്റാണ് ഫോട്ടോ എടുക്കുന്നത്, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു വീട്, ആ വീട്ടിലെ കുറേ ലൈറ്റൊക്കെ ഇങ്ങനെ കത്തി നിൽപ്പുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അവിടുത്തെ ഞാൻ ഈ സ്റ്റാർ ഫിൽറ്റർ യൂസ് ചെയ്തെടുക്കുകയാണെങ്കിൽ ആ ഒരു ഇതൊക്കെ കുറച്ച് നൈറ്റ് ഫോട്ടോസൊക്കെ എടുക്കുക, നൈറ്റ് ഷൂട്ടിൻ്റെ സമയത്ത് വളരെ ഉപകാരപ്പെട്ട ഒരു സാധനമാണ്. എവിടെയെങ്കിലും ഇപ്പം നമ്മൾ സിറ്റിയിലൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മുടെ ആ ലൈറ്റ്സൊക്കെ ഒന്ന് സ്പാർക്കിളായി കിട്ടാനായിട്ട്, ഒന്ന് തിളങ്ങി നിൽക്കാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന ഫിൽറ്ററാണ് സ്റ്റാർ ഫിൽറ്റർ എന്ന് പറയുന്നത്. ദെൻ ഡിഫ്യൂഷൻ ഫിൽറ്റർ എന്ന് പറയുമ്പം നമുക്ക് ഇപ്പോൾ എവിടെയെങ്കിലും നിൽക്കുമ്പോൾ ആ ഒരു ലൈറ്റിനെയും കളറിനെയും ഒന്ന് ഈവനായിട്ട് ഡിഫ്യൂസ് ചെയ്ത് ഒന്ന് സോഫ്റ്റ് ആക്കി കിട്ടുന്ന ഒരു ഫിൽറ്ററാണ് ഡിഫ്യൂഷൻ ഫിൽറ്റർ എന്ന് പറയുന്നത്. പിന്നെ ഉള്ളതാണ് ഞാൻ ഈ പറഞ്ഞ പോലെ പ്രിസം അല്ലെങ്കിൽ കലൈഡോസ്കോപ്പ് എന്നൊക്കെ പറയുന്നത്. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ അതൊരു സ്പെഷ്യൽ എഫക്ട്സിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. നമുക്കിങ്ങനെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇതിൻ്റെ ഒരു പല വെറൈറ്റി ഓഫ് ഫിൽറ്റേഴ്സ് നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇതൊക്കെയാണ് നമ്മൾ പൊതുവേ ഉള്ള ഫിൽറ്ററുകൾ. ഇതിൻ്റെയൊക്കെ ഉപയോഗങ്ങൾ ഇതാണ്. ഇതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാലുള്ള മാറ്റം എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പം ഇതൊക്കെയാണ് പൊതുവെ ക്യാമറകളിൽ നമ്മൾ യൂസ് ചെയ്യുമ്പം കാണുന്ന അഡ്വാൻറ്റേജ്. അപ്പം ഞാൻ ഇതിൻ്റെ റെഫറൻസിന് വേണ്ടിയിട്ട് കുറച്ച് ഇമേജസ് കൊടുത്തേക്കാം, എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് അതും കൂടെ നോക്കാം. അപ്പം എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.